गॉड, सपना। ഒന്നെങ്കിൽ पुलिस भाई नहीं भयंकर। पुलिस को दिखाई नहीं रही। अब वो इनसे पूछ रहा क्या हुआ था। इन्होंने तो पुलिस से कांटेक्ट होना था नहीं। पुलिस से इन्होंने पता करते रहना था क्या चल रहा है, क्या हो रहा है। पुलिस को दिखाई नहीं रहा। सब शांत हो रखे। മുതൽ ഡ്യൂട്ടിക്ക് കയറാമെന്ന് വിചാരിക്കുക. അങ്ങനെ അധിക ദിവസം ലീവ് എടുക്കാൻ പറ്റില്ല. പിന്നെ ഈ അറ്റ്മോസ്ഫിയർ उसको ढूंढने की तो कोशिश भी नहीं कर रही कोई। അപ്പോൾ എങ്ങനെയാ ചാൻ്റെ പ്ലാൻസ്? ഐ മീൻ മടക്കം. ഞാൻ वो चाहते हैं चला जाए यहाँ से। इसकी बात तो चाहती है चला जाए। उसने देख लिया। उसने देख लिया। वो चाहती नहीं यहाँ ना रहे। पता नहीं ऐसे क्यों चाहती है, समझ में नहीं आ रहा। ഞാൻ നോക്കാം. देखो ये पुलिस पुलिस इतनी लेट आ रही। पुलिस को तो उसी दिन होना चाहिए था वहाँ पे जिस दिन वो किडनैप हुई थी। Mrs. Potton, we would like you to go through this list and tell us if your daughter has any friends or acquaintances that we are yet to know of. And you are? ദാറ്റ്സ് ആഡം, മൈ ബ്രദർ. Mr. Adam, ഐ എം സോറി. നീ എന്തിനാ നീ പേടിക്കുന്നത്? സംഭവം നടന്ന് ഇത്രയും ദിവസമായിട്ടും ഇവരിപ്പോഴും 7 വയസ്സുള്ള കുഞ്ഞിനെ കൂട്ടുകാരെ അന്വേഷിച്ച് നടക്കുക. to the police station for this. Thought we played the Good Samaritan, but obviously, this isn't working out well. तो पुलिस स्टेशन में बुला रहे हैं। उसको भी आने से मना कर दिया। തോന്നല. നമ്മുടെ നാട്ടിലെ പോലീസ് ഫോളോ ചെയ്യുന്ന സിസ്റ്റം അല്ല ഇവിടുത്തെ പോലീസിൻ്റെ. ഈ ചാൻ ആദ്യം മനസ്സിലാക്കുക. പിന്നെ അവര് ഞങ്ങളെ കാണാൻ ഇവിടെ വന്നത്. ആശ്വാസത്തേക്കാൾ കൂടുതൽ ടെൻഷനും പ്രഷറും തരുന്നത്. ഞങ്ങൾ ഇതൊക്കെ ഏതാണ്ട് മനഃപൂർവ്വം ചെയ്ത പോലെയാണ്. ചില സമയത്ത് ചാൻ്റെ നോട്ടവും ഭാവമൊക്കെ. ഐ എം സോറി. किसी तो जाने के लिए कहते നാട്ടിലേക്കുള്ള എൻ്റെ ഓപ്പൺ ഐറ്റ്നറിയുടെ ഡീറ്റെയിൽ ഞാൻ തിരിച്ചു പോയിക്കോളാം. मुझे तो कुछ किया भी नहीं। थोड़ा सा बोला उसने बस। सही चीज़ तो पूछी उसने पुलिस से। ഹലോ, ഈ ചാൻ എവിടെ? ഞാൻ DP വല്ലതും ഷൂട്ടപ്പ് ചെയ്തായിരിക്കും. बोला देखो പിന്നെ അതുപോലെ ഈ ചാൻ്റെ ടിക്കറ്റ് നാളത്തേക്ക് पता ഓക്കെ नहीं कहाँ जा ആയിട്ടുണ്ട്. रहे हैं। അതെൻ്റെ റൂമിലെ ടേബിൾ ഡ്രോയറിലുണ്ട്. कुछ तो छुपा रहे हैं हमसे। कहीं इन्होंने खुद ही तो नहीं करवाया अपनी इसकी बेटी को किडनैप। जो ये उसे उसके लिए परेशान नहीं ज़्यादा। ये चीज़ें तो इन्हें पूछनी चाहिए थी जो उसने पूछी नहीं। उसके वाइफ की खबर है। पीछा करना चाहिए इसे नहीं अपने बाइक का। कहाँ गए वो नहीं। NHS इसे वैसे वापस नहीं जाना चाहिए नहीं। ये क्या चीज़ है? क्या था वो? पता नहीं। नहीं गए वापस। कोई लेटर में पढ़ा उसने। ആ ഇച്ചാൻ ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. നീ എന്താ? അയ്യോ ഓക്കെ നാ. എന്നാ ഇച്ചാൻ പോയി കിടന്നു. ടിക്കറ്റ് കണ്ടു. कल सुबह कुछ पूछेगा भैया। ഞാൻ നാളെ പോകുന്നില്ല. मना कर दिया इसने।
എനിക്കറിയണം. പോയി ചൈന മാത്രമല്ലല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പോലീസ് ഫോഴ്സ് വളരെ നല്ലത്. എൻ്റെ ഒരു സമാധാനത്തിന് അങ്ങനെ എന്തെങ്കിലും കണ്ടെത്തുന്നവരെ ഞാൻ ഈ നാട്ടിൽ जाननी चाहिए उसे. എനിക്കൊരു വീർപ്പുമുട്ടല. അതുകൊണ്ട് നാളെ മുതൽ ഞാൻ ഇവിടെ സംസാരിക്കുന്നു. മനസ്സിൽ വെച്ച് സംസാരിക്കുന്നതും പെരുമാറുന്നൊന്നും ഞാനല്ലല്ലോ ശ്വേത, നീ ഇവനൊക്കെ അല്ലേ? छुपा रही कुछ. നീ പ്രഗ്നന്റ് ആണെന്ന് വിളിക്ക്. ये प्रेग्नेंट है. ഇല്ല ചായ, ഈ ഒരു ആയിരുന്നു. അല്ലടാ, ഏതായാലും ഉടൻ സ്കോട്ട് इसलिए ज़्यादा नहीं चाह रहे पूछताछ करना है. अब इनका खुद का बच्चा आने वाला है ना. സൗന്ദര്യമല്ല ഈ നാടിനുള്ളതെന്ന് ഒരുതരം മിസ്റ്റിക് ബ്യൂട്ടി. ആ ജെ കെ റോളിംഗ് ഇവിടെ എന്നാലും നമ്പർ ഓഫ് കേസസ് കമ്പാരിറ്റീവ്ലി ഒട്ടും കുറവല്ല. यहाँ रुके गए. നീ എത്ര നിർബന്ധം പറഞ്ഞോണ്ടാ കുറെ പാടുപെട്ടു ഇപ്പൊ ഇത് കിട്ടാൻ. ये तो ये इसी का हाँ, जब पहली बार हुआ था. अंदर से तो अच्छा ना, भारत का लग रहा है. लकड़ी का है. ये पत्थर का हो घर तो, पत्थर का है. अच्छा. अंदर से सीमेंट तो है. അതിനാ ആ പിന്നെ ഞാൻ ആലോചിച്ചപ്പോഴും നീ പറഞ്ഞ റൂട്ടാ ശരി. നമുക്ക് ആദ്യം ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ചൈൽഡ് മിസ്സിംഗ് കേസുകളുടെ ഹിസ്റ്ററി ഒന്ന് അറിയണം. നമ്മുടെ ചർച്ചിൽ വരുന്ന ജോർജന്റെ മൂത്ത മോൻ CPRCയിലെ റിസർച്ച് സ്കോളറാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കാളെ നേരിട്ട് പരിചയമില്ല. അയാൾ പ്രൊട്ടസ്റ്റന്റ്. കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 38 എണ്ണം ഇവിടെ എഡിൻബറോയിൽ നിന്ന്. 3-നും 12-നും ഇടയിൽ പ്രായമുള്ള കുട്ടികളുടെ കാര്യം പറയുമ്പോൾ നിങ്ങൾ അത് കേട്ട് worried ആവരുത്. There is no conclusion for around 40. अच्छा. ട്രാഫിക്കിംഗ്, പിഡോഫിലിയ, ഇൻഹൗസ് അബ്യൂസസ്, അങ്ങനെ തുടങ്ങി ഡെവിൾ സാത്താനിക് വർഷിപ്പേഴ്സ് വരെ അവരുടെ കർമ്മങ്ങൾക്ക് ഇവിടെ ओह. പ്പെട്ടതെങ്കിൽ വിത്തിൻ 5 to 10 days കുട്ടിയുടെ ബോഡി ഏതെങ്കിലും റിമോട്ട് പ്ലേസിൽ ഉപേക്ഷിക്കപ്പെട്ടിരിക്കും. ഇനി പിഡോഫിലിയ കേസസ് ആണെങ്കിൽ ഏതാണ്ട് അതുപോലെ തന്നെയാണ് ഈ ബ്ലാക്ക് മാസുകാരുടെ, അതായത് സാത്താൻ ഡെവിൾ വർഷിപ്പേഴ്സിന്റെ കാര്യം. പക്ഷെ ദൈവത്തിന്റെ ഏറ്റവും പ്രിയജനമെന്നാണല്ലോ ജൂതന്മാരെ പറ്റി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അവരെ പീഡിപ്പിച്ച് സാത്താനെ സന്തോഷിപ്പിക്കുന്ന സ്റ്റേജിലെ അങ്ങ് തള്ളിക്കളയാം അല്ലേ? सिर्फ उन लड़कियों को उठाते हैं. സംഭവം നടന്നിട്ട് ഇന്ന് 6ാം ദിവസമല്ലേ? ഇപ്പോൾ ഡീറ്റെയിൽ ചെയ്യാറില്ല. നമ്മളെയൊക്കെ ഈ ഘട്ടത്തിൽ നയിക്കുന്ന എനിക്കിപ്പോ ഒരു കാര്യം ഉറപ്പായി. എത്ര ബിക്കോസ് ദേ ആർ സെർച്ചിങ് എവ്രിവെയർ എക്സെപ്റ്റ് ദ റൈറ്റ് പ്ലേസ്. रानी प्लेस कौन सा है? അതും ഈ കേസുമായിട്ട് എന്താ ബന്ധം? കുറച്ചു മുമ്പ് ജെയ്സൺ പറഞ്ഞില്ലേ, കുട്ടി ഡെവിൾ വർഷിപ്പേഴ്സിന്റെ കയ്യിൽ പെട്ടേക്കാമെന്ന്. പാതി ജൂതയാണ് സിറിയക്ക്. ओह. Because her mother was a Jew. Jew. ജെയ്സനെ പോലെ അവരും ഈ പോസിബിലിറ്റി അങ്ങ് ഇഗ്നോർ ചെയ്യും. पाकिस्तान है, शुरुआत में उसने अपने बच्चे को ठुकराया. हाँ. जू मतलब वही हो गया, मतलब जो चर्च के लिए काम करते हैं. जो प्रार्थना वगैरह करते हैं. ये उसकी बच्ची.
गॉड, सपना सपना देख रहा था। डर गया था वो। ഇത് എവിടെയാ ഈ സ്ഥലം? അതൊരു കൗണ്ടി ഇച്ചായ. ഇവിടെ നിന്ന് ഒരു 2 hour ഡ്രൈവ് ഉണ്ട്. ഞങ്ങളങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഇച്ചായന് വരെ कुछ प्लान तो नहीं इनका भयंकर? सोच क्या रही है ऐसे बोट एजेंट। मैं सच कर रहा हूँ। ये वो गाड़ी है, गाड़ी तो छोड़ी हुई है। Once spoken to this person, so who's going to check in car now? Can we have it take a look at the इस बच्चे का तो नहीं क्या? this piece of clothing belonging to your daughter? उसकी डॉटर के कपड़े। Confirming we have now located the item. रो तो रही है वो। എന്താടാ അവർ പറഞ്ഞത്? അല്ല, അവരുടെ ഒരു വൈൽഡ് ഗസ്റ്റ്. ഏതായാലും അവരവിടെ ഒന്ന് സെർച്ചിങ്ങിന് ഇറങ്ങുക. ബോഡി കിട്ടുമെന്നറിയാൻ. നീ അതിനെ ആ സെൻസിൽ कॉफी नहीं है तो ओहो, सिंपल थी वो लकड़ी, खाली है। സറീക്ക്, എനിക്കിനി ഇവിടെ നിൽക്കാൻ വയ്യ. वो भयंकर। सबने बच्चे सिखाई दी। बड़ा मजा ऐसे है। सहन हुआ या फिर सही में दिखा उसने? ബി പോസിറ്റീവ് എന്ന് പറയുമ്പോൾ ഇലയുടെ സെയിം ബ്ലഡ് ഗ്രൂപ്പ്. സോ अच्छा वही खून लगा है उसके कपड़ों में भी। इस आदमी को क्यों देख रहे हैं? अच्छा कुछ सोच रहा है। उसके पीछे एक लेडी थी। ये तो सी बेटी उसके पीछे बच्चे थे। सी बेटी से कहीं ऐसा तो नहीं सोचा उसने? सही में थी क्या फिर ऐसे ही कुछ हो गया?
जैसा मैं देख रहा था उससे तो तीनों को देखा उसने बस. जैसे उन्होंने सड़क के किनारे देखा, कभी कहीं देखा अपने बच्चे को. तब भी उसे ऐसे ही वहम हुआ था कि पता अभी भी वैसे ही सोच रहा हूँ. What do you think you're doing? The little girl at the bar. सोच रहा था देखो. Do you know Ila? Ella? Who's that? I have a friend, but her name's something. देखो ऐसे सपना सोचा इसने. I'm sorry. I thought I saw someone else. ऐसे सोच रहा है. പൂർവ്വം ചെയ്താവുന്ന കൺക്ലൂഡ് ചെയ്തേ. വാട്ട് ഐ മീൻ ടു സേ ഈസ് ഡോണ്ട് ലൂസ് ഹോപ്പ്. छोड़ दिया उन्होंने इन्वेस्टिगेशन. Mommy, why does something always sleep so much? अरे इन्हीं के साथ थे वो उसकी बेटी. इन्हीं के साथ थी. ओहो. बोल नहीं रही हो क्यों मैं सोती कर रहती है पीछे होगी मतलब रखी उन्होंने. यार इसने पीछे क्यों नहीं देखा इसने पीछे देखा ही नहीं. संध्या तो बोला ही था उसने. नहीं लेकिन नहीं उसका नाम ही चेंज कर रखा उन्होंने. उसका नाम जो इसने बोला वो उन्होंने तो उसका नाम कुछ और बता रखा है. मतलब कुछ और बोला अपनी बेटी से. पता नहीं. इसने पीछे देखा नहीं ना. इसने बस अंदर अंदर देखा. നാട്ടിൽ നിന്ന് അമ്മച്ചി വന്ന കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നു? പറഞ്ഞിരുന്നു. എന്തു പറ്റി? അമ്മച്ചി നീതും തമ്മിൽ വരെ പോയി ഉണ്ണിയെ ശേത ഉടനെ കാണുമെന്നും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരണമെന്നൊക്കെ. ഉമ്മ എന്ന് പറയേണ്ടടുത്ത് പോലെ അവിടെ മുതലാ എൻ്റെ ഈ സ്വസ്ഥതക്കേട് തുടങ്ങുന്നത്. ഓരോരുത്തർക്കും തമ്പുരാൻ कौन हुई है वो औरत? तो उसी की माँ वो जो कह रहा था. ഇരിക്കുക. തീമഴ. ശ്വേത, ഫുഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഡേസി നാട്ടിൽ പോവാന്നോ? ഓ, ഒരാഴ്ചത്തേക്ക്. അത് ഞാൻ ഒറ്റയ്ക്ക്. ഒരു ഫാമിലി ഫംഗ്ഷൻ ആവുന്ന പറഞ്ഞു. ഞാൻ ഇവന്റെ അമ്മച്ചിയാ. നാട്ടിലെവിടാ? പറഞ്ഞാൽ അമ്മച്ചിയെ അറിയലായിരിക്കും. ഓ, ചെറുപ്പത്തിൽ ഞാൻ എന്തോരം തവണ അവിടെ വന്ന് നിന്നിട്ടുള്ളതാ. അതിരിക്കട്ടെ, കൊച്ചവിടെ എവിടെത്തിയാ? എനിക്ക് കാളിയന്തല എന്ന് പറയുമ്പോ കാളിയന്തല കിഴക്കോ പടിഞ്ഞാറ്റോ? കിഴക്ക്. എന്ന് ब्लैक मैजिक करती है शायद ये. देखो उस जगह ब्लैक मैजिक होता है. तो इसे पता नहीं ये झूठ बोल रही है. ये भी करती है वैसे कि नहीं करती क्या पता. ये इसने करवाया होगा इतना बस ये भी हो सकता है. അമ്മച്ചി ഒരെണ്ണം അടിക്കുന്നോ? നല്ല ബീഫൊക്കെ ഉണ്ട്. ദേ സിറിയൊക്കെ, നീ ഇതൊക്കെ നിർത്തി പിള്ളേരെ നീതുവിനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വന്നേ. ഏതാണ്ട് പറഞ്ഞാ ഡേസി വെറുപ്പിക്കുന്ന കേട്ടല്ലോ. ഏതോ കറുത്തച്ഛൻ്റെയോ വെളുത്തച്ഛൻ്റെ ഒക്കെ കാര്യം ചോദിച്ച് എന്നതായിരുന്നത്? ഓ അതോ, എടാ അവള് മിശിഹായോടും തിരുസഭയോടും ഒക്കെ വിധേയപ്പെട്ട് ജീവിക്കുന്നവര്. എല്ലാ ആഴ്ചയിലും മുടങ്ങാതെ പള്ളി വരും. ഒക്കത്തില് ഉണ്ടെന്നാ പറയുന്നത്. സഭയ്ക്കും പ്രമാണങ്ങൾക്കും നിരക്കാത്ത ചില കർമ്മങ്ങള്, വെച്ചാരാധനകള് ഒക്കെ. എന്തായാലും ഇവിടുന്നൊന്നും നമ്മുടെ വീടുകളിലോട്ട് പെണ്ണുങ്ങളെ കെട്ടിച്ചോണ്ട് വരാറുമില്ല, അങ്ങോട്ടോട്ട് കെട്ടിച്ചയക്കാറുമില്ല. अब सर्च किया इसने. അങ്ങനെ
ഡീറ്റെയിൽ ഇൻഫർമേഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും ചില സൂചനകൾ അവിടെ ഇവിടെ കണ്ടു. തേവലക്കരയും ഉദയംപേരൂരും കുന്നംകുളത്തൊക്കെയായി ശക്തിക്ക് വിരുന്നൊരുക്കാറുണ്ട് ത്രേവൽ. ആ ചടങ്ങിന് ഇവർക്കിടയിൽ തന്നെ പറയുന്ന പേരാണ് കറുത്തച്ഛനുണ്ട്. ഇളയിലേക്കുള്ള ലിങ്ക് ആണോ ഈ ഡേസി എന്നൊരു സംശയം. അങ്ങനെ സംശയിക്കാൻ എനിക്ക് സോളിഡ് ആയിട്ടുള്ള മറ്റൊരു റീസൺ കൂടിയുണ്ട്. ഗാർഡൻ സെന്ററിനായിക്കൂടെ ഡേസി ടൈപ്പ് ചെയ്തോണ്ട് എന്ന് വെച്ചാ പള്ളിയിൽ നിന്നും നേരെ ഉണ്ണി മറ്റും നമുക്കത് തീർക്കണ്ടേ സിറിയാക്ക്? വേണം. പക്ഷെ എങ്ങനെ? അവളാണെ നാളെ നാട്ടിൽ പോകാനിരിക്കും. कल ही जा रही है, उसे किडनैप तो नहीं कर देंगे? मुझे ऐसे लग रहा है. देसी ना, देसी है इसका नाम. पता नहीं इसने ऐसे किया भी है कि नहीं किया है, अब तो चेक करने की बोला. उसी के हस्बैंड की कार आ रही है. എന്താ സിറിയക്ക് പരിപാടി തുടങ്ങിയിട്ട്? അറിയാവുന്ന ആരെയും വിളിച്ച് കാണിക്ക് സിറിയൊക്കെ. അത് उसके घर जाएंगे ऐसा लग रहा है. വെള്ളം ഉണ്ടോ നിങ്ങളുടെ വണ്ടിയിൽ? ദാഹിച്ചിട്ട് വയ്യ. गाड़ी चेक करेगा भैया. उसमें वो लगाएगा ना ट्रांसमिटिंग डिवाइस है. ट्रैकिंग डिवाइस होगी ना शायद. या ऐसे भी उस डिवाइस से सुन सकते हैं क्या क्या बातें हो रही है ना. ഇതെങ്ങനെ ഒപ്പിച്ചു? താങ്ക്സ് ഫിലിപ്പേ. ഇനി എനിക്ക് താൻ വിട്ടോ, അല്ലെ തന്റെ ഡ്യൂട്ടി മുടങ്ങും. അത് ശരിയാ, ഇപ്പൊ തന്നെ ലേറ്റാ. अब जो जो बातें अपनी वाइफ से करेगा वो सुन लेगा. മാത്രമേ ആ മൊബൈൽ ഫോൺ ജാമർ എഫക്റ്റീവ് ആകൂ. അതുകൊണ്ട് അയാൾ ഓഫീസിലെത്തുന്നതിന് മുമ്പ് നമ്മൾ പ്ലാൻ. मोबाइल जैमर है उसने, उन्होंने लगाया. अच्छा जैमर था वो. अब किसी गाड़ी आ रही है. പക്ഷേ സ്പീഡ് ക്യാമറാസ് ഇല്ല. ഹലോ ഹലോ ഡേസി. മുമ്പ് സെക്യൂരിറ്റി ചെക്കിലായിരുന്നു, അതായിരിക്കും വിളിച്ചിട്ട് കിട്ടാതിരുന്നത്. എന്താ സിറിയക്? അത് ഡേസി പേടിക്കാനൊന്നുമില്ല. झूठ बोल रहे हैं. ഇപ്പൊ ആംബുലൻസിൽ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പേടിക്കണ്ട. जैमर लगा रखा ना, तभी उसको कॉल करेगी तो कॉल करेगी. ഞാനിപ്പോ എന്താ സിറിയക് ചെയ്യണ്ടേ? എങ്ങോട്ടാ വരണ്ടേ? किडनैप कर लेंगे शायद उसे. ये उसे लेने आते हैं मैडम. हो गई किडनैप. ओ वाले गया फिर उधर से. So I suggest let's cut to the chase. മാഡം, ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഡേസിയോട് ഇങ്ങനെ കൊണ്ടിരുത്തും തോന്നുന്നുണ്ടോ? പിന്നെ ഞങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഡേസിക്ക് ഉത്തരം തരാം. അപ്പോഴേക്കും ഡേസി നാട്ടിലെത്തിയിട്ടില്ലെന്നും മിസ്സിംഗ് ആണെന്നുമുള്ള വിവരം വേണ്ടപ്പെട്ടവരൊക്കെ അറിയും. പിന്നീട് മുഴുവൻ മുൻപിൻ നോക്കാതെ ഞാനങ്ങ് തീർക്കും. പറഞ്ഞേച്ചു പോയത് വെറും ഒരു ത്രെട്ടായിട്ട് കരുതണ്ട ഡേസി. നീ തീ പിടിച്ചാ നിൽക്കുന്നവൻ. അതുകൊണ്ട്
ഞങ്ങളാരും ഇങ്ങോട്ട് വരില്ല. അതിനുള്ളിൽ നിനക്ക് എന്തേലും മനമാറ്റം ഉണ്ടാവുകയാണെ ദാ ये स्विच दबाएगी जब बोलना चाहेगी. बताना नहीं चाह रही है. सोच रही है अभी देखो, पता नहीं क्यों सोच रही है इतना. छुपा तो रही है कुछ ना कुछ ये. रो रही है देखो, कुछ गलत किया है इसने, हैं? इसलिए तो रो रही है. ओ दबा दो इसने बटन.